ഇന്ന് ഞാൻ തേര പര തേര പര നടക്കും. ഞാൻ ഓർക്കുമായിരുന്നു കുറച്ച് ബ്രെഡ് ഹൽവ ഉണ്ടാക്കിയാലോ എന്ന്. മുമ്പേ നമ്മുടെ ചെന്നൈ കാലഘട്ടത്തിലാണ് ഞാൻ ഈ ബ്രെഡ് ഹൽവ കഴിച്ചിരുന്നത്. ചെന്നൈ കാലഘട്ടം എന്ന് പറയുമ്പോൾ എൻ്റെ ഫസ്റ്റ് പോസ്റ്റിങ് ചെന്നൈയിലായിരുന്നു. ഞാൻ TCSൽ ജോയിൻ ചെയ്ത് എൻ്റെ ട്രെയിനിങ്ങും പിന്നെ അത് കഴിഞ്ഞുള്ളൊരു 2 വർഷത്തേക്ക് ഞാൻ ചെന്നൈയിൽ തന്നെയായിരുന്നു. ആ സമയത്ത് അവിടെ വെച്ച് കഴിക്കാനുണ്ടായ സംഭവമാണ് ഈ പറയുന്ന ബ്രെഡ് ഹൽവ. എന്നും പറഞ്ഞുകൊണ്ട് ബ്രെഡ് ഹൽവ ഒരു തമിഴ് വിഭവമല്ല. അവിടെ ഒരു ആന്ധ്ര മെസ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഓഫീസിന് തൊട്ട് താഴെ, ഞങ്ങൾ ചെന്നൈ 1 ഓഫീസിലായിരുന്നു അവിടെ, തുറയപ്പാക്കം. അതിൻ്റെ തൊട്ട് താഴെ കോട്ടിലുണ്ടായിരുന്ന ഒരു ആന്ധ്ര മെസ്സ്. അത് ഞങ്ങളുടെയൊക്കെ രക്ഷക മെസ്സായിരുന്നു, പറയാതെ വയ്യ. കാര്യം മറ്റേ ഹോസ്റ്റൽ ഫുഡ് കഴിച്ച് മടുത്ത് വെറുത്ത് പണ്ടാര അടങ്ങി നിന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യത്തിന് സാലറി ഇല്ല. ആ സമയത്ത് എൻ്റെ സാലറിയുടെ 3/4 ഭാഗവും ഹെൽത്ത് ഇൻഷുറൻസ്, എൻ്റെയും പേരൻസിൻ്റെയും ഹെൽത്ത് ഇൻഷുറൻസിന് പോവും. പിന്നെ ഉള്ള ഭാഗം എന്ന് പറയുന്നത് ഹോസ്റ്റലിൻ്റെ വാടകയ്ക്ക് പോകും. പിന്നെ അതിൻ്റെ അകത്ത് പൈസ ബാക്കിയൊന്നും ഇല്ല അധികം. അപ്പം ഈ ആന്ധ്ര മെസ്സിൽ 1-2 പ്രാവശ്യം ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പം ഫുഡ് ഒരു ഫുൾ മീലിന് $50 രൂപയായിരുന്നു. പക്ഷേ അവർക്കുള്ളൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ മറ്റേ കുഞ്ഞു കുഞ്ഞു കറിപ്പാത്രം ഇല്ലേ, ആ കുഞ്ഞു കറിപ്പാത്രത്തിൽ അവർ ഇത്രേ ഉള്ളൂ കുട്ടി കറിപ്പാത്രമുണ്ട്. ആ കറിപ്പാത്രത്തിൽ അവർ ഓരോ കറികൾ, മറ്റേ ആന്ധ്ര പപ്പു അല്ലെങ്കിൽ പപ്പടം, വേറെ എന്തെങ്കിലും കറികൾ കൂട്ട്, ഇതൊന്നും അല്ലെങ്കിൽ ബ്രെഡ് ഹൽവ, ഇതെന്തെങ്കിലും അല്ലെങ്കിൽ വേറെ സ്വീറ്റ്സ്, മറ്റേ സേമിയ വെച്ചിട്ടുള്ള കേസരിയും അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അന്നത്തെ ദിവസം എന്താണുള്ളത് അത് 5 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ ഈ 5 രൂപയ്ക്ക് കിട്ടുന്ന ഈ സാധനം വെച്ചിട്ടായിരുന്നു ഞാനൊക്കെ ഒരു സമയത്ത് സർവൈവ് ചെയ്തിരുന്നത്. ലൈക്ക് എന്തെങ്കിലും ഒരു സന്തോഷം വരുന്ന ദിവസമാണെങ്കിൽ ഇതാണ് വാങ്ങിക്കുക ചിലപ്പോൾ. അല്ലെങ്കിൽ ഹോസ്റ്റലിലെ കറി എത്ര മോശമാണെങ്കിലും ഇവിടുന്ന് ഒരു ചെറിയ കറിയും ഒരു പപ്പടവും വാങ്ങിച്ചാണ് ഞാൻ സർവൈവ് ചെയ്തിരുന്നത് ആ ഒരു സമയത്ത്. അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ ബ്രെഡ് ഹൽവ. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴൊക്കെയോ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ സെറ്റായിട്ടില്ല. അപ്പോൾ ഇന്ന് വേറൊരു റെസിപ്പി ഞാൻ കണ്ടുപിടിച്ചു. അതും പോരാത്തതിന് ഇന്ന് കറക്റ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ ഉണ്ട്. നെയ്യുണ്ട്, ബ്രെഡ്, പാല്, പഞ്ചസാര ഒക്കെ ഇവിടെ ഉണ്ട്. നോർമലി എൻ്റെ കയ്യിൽ നെയ്യ് കാണുകയില്ല. നെയ്യ് ഉണ്ടെങ്കിൽ പാല് കാണില്ല, ബ്രെഡ് കാണില്ല. ഈ സാധനങ്ങളൊന്നും എപ്പോഴും വാങ്ങിക്കുന്നതല്ല ഞാൻ. അപ്പം ഇന്നെല്ലാം കറക്റ്റായിട്ട് വന്ന സ്ഥിതിക്ക് ഇന്ന് ബ്രെഡ് ഹൽവ ഉണ്ടാക്കണം. ലോങ് വീക്കെൻഡാണ്, ബ്രെഡ് ഹൽവ ഉണ്ടാക്കി തിന്നേ അടങ്ങും എന്ന് വിചാരിച്ച് ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ആദ്യമേ നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് വറുക്കാൻ പോവാണ്. അതൊന്ന് ബ്രൗൺ ആകുമ്പം നമുക്ക് എടുത്ത് മാറ്റാം. കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചിട്ട് പൊടിച്ച് വെച്ച ബ്രെഡ്, ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് എനിക്കിപ്പോൾ ഒരു 3 ബ്രെഡ് പൊടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡും ഒക്കെ ചേർത്തിട്ട് 3 ബ്രെഡ് മിക്സിയിൽ ഇങ്ങനെ അടിച്ച് പൗഡറാക്കി വെച്ച് ഇത് നെയ്യിലിട്ട് വറുക്കുകയാണ് വേണ്ടത്. എല്ലാ പീസും കറക്റ്റ് പൊടിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതിനൊന്ന് വറുത്ത് ഒരു ബ്രൗൺ കളർ ആക്കി എടുക്കണം കംപ്ലീറ്റ്ലി. ശരിക്കും ഇതുണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതിനെ പീസാക്കിയിട്ട് ജസ്റ്റ് കൈകൊണ്ട് പിച്ചി കീറി നെയ്യിൽ വറുത്തിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒത്തിരി നെയ്യും പരിപാടിയൊന്നും ഉപയോഗിക്കാതെ ഓവറായിട്ട് മറ്റേ ഡീപ്പ് ഫ്രൈ ചെയ്തുള്ള പരിപാടികളോട് എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഇത് ചെയ്തേ. ബ്രെഡ് നെയ്യിൽ വെച്ച് അത്യാവശ്യം ബ്രൗൺ ആവുന്ന രീതിയിൽ വറുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റിയിട്ട് അടുത്ത പരിപാടി ചെയ്യാം. ഇനിയിപ്പോൾ ഇതിലേക്കൊരു 1/4 കപ്പ്, ശരിക്കും ഇത് 1/3 കപ്പാണ്, പക്ഷെ അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പം ഒരു 1/4 കപ്പ് അടുപ്പിച്ച് പഞ്ചസാരയും അത് അലിയിക്കാൻ കുറച്ച് വെള്ളവും പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടിട്ട് ഇതൊന്ന് അലിയിക്കണം. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഈ ബ്രെഡ് മിക്സ് ചെയ്യും. അതാണ് അടുത്ത സ്റ്റെപ്പ്. പഞ്ചസാര അരിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഏലക്ക പൊടിച്ചത്, ഞാൻ ഒത്തിരി തരിയായിട്ടല്ല പൊടിച്ചിട്ടുള്ളത്, അപ്പം അതും കൂടി ഇട്ടിട്ട് പഞ്ചസാര അലിയിക്കാം. പഞ്ചസാര ജസ്റ്റ് ഒന്ന് അലിഞ്ഞാൽ മതി കേട്ടോ, അല്ലാണ്ട് പഞ്ചസാര പാനിയാക്കുന്ന പരിപാടിയൊന്നും ഇല്ല ഇതിൽ. ജസ്റ്റ് ഒന്ന് അലിയിച്ച് വെച്ച് അതിലോട്ട് നമ്മൾ ബ്രെഡ് ഇടും.
പിന്നെ കുറച്ച് പാലും ഞാൻ പാലും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിപ്പം പഞ്ചസാര ജസ്റ്റ് ഒന്ന് അലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഇച്ചിരി പാലും കൂടെ ഒഴിച്ചിട്ട് അത് ഞാനൊരു 1/3 കപ്പാണ് പാൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ പാലും കൂടെ ഒഴിക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ബ്രെഡ് ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയുള്ള പരിപാടി. ഇതിന് പാൽ തന്നെ വേണമെന്നില്ല, പാൽപ്പൊടിയും യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ പാലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ പാൽ യൂസ് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതായി വരുമ്പോഴേ ഞാൻ ബ്രെഡിൻ്റെ ഇതിടുവാണ്. കുറച്ചും കൂടി ഒരു കുതിർന്നാണ് അതിരിക്കുന്നത്, ഇങ്ങനെയല്ല. കുറച്ചുകൂടെ പാലൊഴിച്ച് നോക്കാം. എന്നിട്ടും നനവ് സെറ്റ് ആകത്തുണ്ട്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചൊന്നും കൂടെ മിക്സ് ചെയ്യാണ്. ഓക്കെ, സോ ഏറെക്കുറെ അത് മിക്സ് ആയിട്ടുണ്ട്. കുറച്ച് ആദ്യം ഒഴിച്ച് ലിക്വിഡ് പോരായിരുന്നു തോന്നുന്നു, എന്നാലും ഇപ്പോൾ സെറ്റാണ്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ്, നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കൂടി ഇടുക. മിക്സ് ചെയ്തതാണ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രെഡ് ഹൽവ. ഓക്കെ, ആന്ധ്ര മെസ്സിൽ അത്രയും റിച്ച് ഒന്നുമല്ല, കാരണം നെയ്യ് കുറവാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നാലും അത്യാവശ്യം ഒരു സ്വീറ്റ് ക്രേവിങ് മാനേജ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. കഴിച്ചു നോക്കാം. ഏറെക്കുറെ അതുപോലെയൊക്കെ തന്നെയാണ്. ആകെ ഒരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നമുക്ക് കിട്ടുന്ന ബ്രെഡിൽ നല്ല സ്മൂത്ത് ബ്രെഡാണ്. ഞാൻ ഇവിടെ എടുത്ത ബ്രെഡ് കുറച്ച് മാറിപ്പോയി. അതിൽ മറ്റേ മൾട്ടിഗ്രെയിൻസും ഏതാണ്ടൊക്കെ ഉള്ളത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് കുറേ തരികൾ നമുക്ക് ഉണ്ട്. മറ്റത് ഭയങ്കരമായിട്ട് അലിഞ്ഞ് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും നമുക്ക് അറിയാനുണ്ടാവില്ല. ഇതിൽ കുറച്ച് അവിടെ എവിടെയായിട്ട് എന്തൊക്കെയോ കടിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ടെക്സ്ചറിൽ ഒരു ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്. അതും പിന്നെ ആ നെയ്യുടെ ഡിഫറൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി സന്തോഷമായിട്ട് ഞാൻ പോയി കഴിക്കട്ടെ.